നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്താക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പിതൃകർമ്മങ്ങൾ. കുടുംബങ്ങളിൽ മരണം ഉണ്ടായി കഴിയുമ്പം പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ഇന്നയാൾ മരിച്ചു, സഞ്ചയനം നടത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ സഞ്ചയനം നടന്നില്ല, ഞങ്ങൾ എല്ലാം കൂടെ ചേർത്ത് 10ഉം 11ഉം ദിവസത്തിൽ അങ്ങ് തീർത്താൽ മതിയോ, അല്ലെങ്കിൽ 11ാം ദിവസം സബിണ്ടി ശ്രാദ്ധകർമ്മങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് സമുദ്രത്തിൽ കൊണ്ടുപോയി ഒഴുക്കാമോ, കടലിൽ ഒഴുക്കാമോ, ഞങ്ങൾ 1 വർഷം വെച്ച് വിളക്ക് കത്തിക്കണമെന്നുണ്ടോ, സഞ്ചയനം 7ാം ദിവസം നടത്തിയാൽ മതിയോ, അല്ലെങ്കിൽ 9ാം ദിവസം നടത്തിയിട്ട് 11ാം ദിവസം ബലികർമ്മങ്ങളെല്ലാം തീർത്ത് ചെയ്യാമോ, ഞങ്ങൾക്ക് വെളിയിൽ പോകേണ്ടതാണ്. ഇങ്ങനെ ഈ മരണാനന്തര കർമ്മങ്ങളെപ്പറ്റി ഒട്ടേറെ സംശയങ്ങളുണ്ട്. മരിച്ച നാളിന് വല്ല ദോഷമുണ്ടോ, അതിന് അങ്ങനെ കർമ്മം ചെയ്യണം, ഇങ്ങനെ കർമ്മം ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും ചിന്താക്കുഴപ്പത്തിൽ പറയുന്നുണ്ട്. ശ്രാദ്ധകർമ്മങ്ങൾ അഥവാ ബലിതർപ്പണങ്ങൾ ഇപ്പോഴും ഒരേ രീതിയിലല്ല അങ്ങോളം ഇങ്ങോളം നടക്കുന്നത്. ഇപ്പോൾ കാസർഗോഡും തിരുവനന്തപുരത്തും നോക്കിയാൽ വ്യത്യസ്ത രീതികളാണ്, ദേശാന്തരം വ്യത്യാസങ്ങളുണ്ട്. മരണാനന്തര ചടങ്ങുകളിലും ശവസംസ്കാരത്തിന് ശേഷം തുടർന്ന് വരുന്ന ബലിതർപ്പണങ്ങൾ, മറ്റ് ശ്രാദ്ധകർമ്മങ്ങൾ, ഇതിലെല്ലാം തന്നെ പല ദേശങ്ങളിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ ഏകീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇതെല്ലാം കൂടെ ഒരേ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. അപ്പം പിന്നെ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ബലിതർപ്പണങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മരണാനന്തര വിവിധ ചടങ്ങുകളിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വരികയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന അതീവ വിശിഷ്ടമായ ഒരു പൂജാകർമ്മമുണ്ട്. അതാണ് സത്യനാരായണ കലശം. പിതൃക്കളുടെ മുഴുവൻ പിതൃവായിട്ട് മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷ രൂപമായ സത്യനാരായണ സ്വാമിയെ സങ്കല്പിച്ച് ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് ജന്മാന്തരങ്ങളുടെ പിതൃശാന്തിക്കായി തർപ്പണക്രിയ ചെയ്യിക്കുന്ന ചടങ്ങാണ് സത്യനാരായണ കലശം. അപ്പം മഹാവിഷ്ണു ഗീതോപദേശ സമയത്ത് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം അർജുനന് കാണിക്കുന്നുണ്ട്. ഗീതോപദേശ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ വിരാട് പുരുഷ രൂപം, ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വിശ്വരൂപം അർജുനൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. അർജുനന് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അത് കാണണമെങ്കിൽ ജ്ഞാനക്കണ്ണ് വേണം, അല്ല ചുമ്മാ കണ്ണ് തുറന്ന് നോക്കിയാൽ കാണുന്ന ഒരു വിഷയമല്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ ഒരു അറിവിൻ്റെ ദർശനമാണ് നമ്മളിലേക്ക് വരുന്നത്. അറിവാകുന്ന കണ്ണുകൊണ്ട് വേണം അതിനെ കാണാൻ. അർക്കാനലാദി മനമൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. എഴുത്തച്ഛൻ തൻ്റെ ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞതുപോലെ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി തുടങ്ങിയ പ്രകാശങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് കണ്ണാണ്. ആ കണ്ണിനും കണ്ണായിട്ടിരിക്കുന്നത് മനസ്സാണ്. മനസ്സുണ്ടെങ്കിലേ കണ്ണിൽ കാണുന്നതിനെ അറിയാൻ പറ്റും. ആ മനമാകുന്നതിനും കണ്ണായിട്ടിരിക്കുന്ന ഒരു ബോധമുണ്ട്. മനസ്സിനും കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെയും പിന്നിലുള്ള ബോധമുണ്ട്. ആ ബോധമാണ് ഭഗവാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സത്യനാരായണ സ്വാമിയെ ആവാഹിച്ച് സപരിവാര പൂജ ചെയ്താൽ ശ്രാദ്ധകർമ്മങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അത് എല്ലാവിധ ഇപ്രകാരമുള്ള പോരായ്മകൾക്കുമുള്ള പരിപൂർണമായ ഉത്തരമാണ് സത്യനാരായണ സ്വാമിയുടെ ഈ പൂജ. നിങ്ങളുടെ നക്ഷത്രവും തിഥിയുമൊക്കെ അനുസരിച്ച് പ്രത്യേകം ശുഭദിവസം പഞ്ചാംഗത്തിൽ നോക്കി നിശ്ചയിച്ച്
ഒരാഴ്ചത്തെയെങ്കിലും വ്രതാനുഷ്ഠാനത്തോടു കൂടി വേണം ഇത് ചെയ്യേണ്ടത്. ചെയ്താൽ വളരെ ഗുണം കിട്ടും.